ആവേശം എവിടെ നിന്ന് വന്നു എന്ന് വേണമെങ്കിൽ തെളിയിച്ചു തരാം. ഇനിയും ഞങ്ങളെ പ്രതിയാക്കി സംസാരിച്ചാലുണ്ടല്ലോ, ഇത് ഞാനും കണ്ണേട്ടനും കൂടി കേസാക്കും. ഒരുപക്ഷെ മുത്തശ്ശിയും കരുണയും കൂടി പ്ലാൻ ചെയ്തതൊക്കെ ഏട്ടത്തി അറിഞ്ഞു കാണും. എന്നിട്ട് അതിന്റെ തിരിച്ചടി തരാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്വാമിയോടെ വരുത്തിയത്. നിർത്ത. സ്വന്തമായിട്ടുണ്ടാക്കുന്ന കഥകളൊക്കെ മനസ്സിൽ തന്നെ വെച്ചാ മതി, എന്നോട് പറയണ്ട. പറഞ്ഞ നീ എന്ത് ചെയ്യൂടി? ഞാൻ സംസാരിക്കുമ്പോ എന്നോട് നിർത്താൻ പറയൂ നീ? അതെ, നിർത്താൻ പറയും. എന്താ കുഴപ്പം? ഇപ്പോഴീ വീട്ടിലും കമ്പനിയിലും ഒക്കെ എന്നേക്കാൾ അധികാരം വഹിക്കാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോ ഇയാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ആരെങ്കിലും സംസാരിച്ചാൽ അത് നിർത്തണമെന്ന് പറയാനുള്ള അധികാരം ഇയാൾക്കുണ്ട്. എല്ലാരും കൂടെ നമ്മളെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ കഥ മറിച്ചിടുക. കണ്ണേട്ടനെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നല്ലോ, ആ സ്വാമി പിറന്നാൾ ദിവസം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ കുടിച്ചേനെ ആ വിഷം ചേർത്ത പായസം. ഇവരെന്ത് പറഞ്ഞാലും അതൊക്കെ ഏട്ടൻ വിശ്വസിക്കുമല്ലോ. പിന്നെ നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ? എന്റെ കാലണങ്ങിയോ കൈയണങ്ങിയോ എന്നൊക്കെ നോക്കി നടക്കൂല്ലേ അമ്മയും മോനും ഒക്കെ? എനിക്കറിയാം എല്ലാവരുടെ മനസ്സിലിരിപ്പ്. പിന്നെ എന്നെ എന്റെ ഭാര്യ വിശ്വാസം ഇല്ലാത്തവര് ഇവിടെ നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിന്റെ ഭാര്യ ഇനിയും പ്രഗ്നന്റ് ആവും. ആ സമയത്ത് ഇയാൾ ഭക്ഷണത്തിൽ വിഷം കലർത്തി ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന ഒരു തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ നീ അവളെയും കൂട്ടി വേറെ എവിടെങ്കിലും പോയി താമസിക്കടാ. അല്ലെങ്കിൽ അവളുടെ തറവാട്ടിൽ പോയി താമസിക്കുക. അതും അല്ലെങ്കിൽ ഒഴിഞ്ഞൊരു വീട് കിടപ്പുണ്ടല്ലോ അവളുടെ മുത്തശ്ശിയുടെ, അവിടെ പോയി നിൽക്ക്. അതിനു വേണ്ടിട്ടാ നീ ഇവളും കൂടി ഇതൊക്കെ ചെയ്യുന്നത്? അതിനു വേണ്ടിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ വളഞ്ഞ വഴിയൊന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങളോടൊക്കെ ഇറങ്ങി പോണമെന്ന് പറഞ്ഞാൽ പോണം. അതല്ലാതെ ഈ വീട്ടിൽ വേറെ ആർക്കും ഒരു അവകാശവും ഇല്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ച എല്ലാവർക്കും കൊള്ളാം. സ്വന്തം കുഞ്ഞിനെയാ നഷ്ടപ്പെട്ടത്. അവിടെ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയാം. ആ നേരത്തെങ്കിലും സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് നീ നിന്റെ ഭാര്യയും അവളുടെ അച്ഛനെയും മുത്തശ്ശിയൊക്കെ തിരുത്താൻ നോക്ക്. വെറുതെ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെയൊക്കെ പ്രതികളാക്കരുത്. ബാക്കിയെല്ലാരും മണ്ടന്മാരാണെന്ന് പറഞ്ഞിട്ടാ കരുണയും അവളുടെ മുത്തശ്ശിയും ഈ പണിയൊക്കെ ഒപ്പിച്ചത്. അതുകൊണ്ടെന്താ, കുഞ്ഞു പോയി കിട്ടി. മേഘട്ടാ, എത്രയെന്ന് വെച്ചാ കരുണയും അവളുടെ മുത്തശ്ശിയൊക്കെ പറയുന്നത് കേട്ടോണ്ട് നിൽക്കുന്നേ. ഞാനൊരു ആണത്വം ഇല്ലാത്തവനായത് എന്റെ കല്യാണത്തിന് ശേഷം. എടാ മോനെ, നിന്റെ പെങ്ങളെന്നെ കളഞ്ഞിട്ട് പോയി. മഹാലക്ഷ്മിയും കണ്ണനും തന്ന വേദനേക്കാളും ഇരട്ടിയാണത് സ്വന്തം പെണ്ണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനോടൊപ്പം, അതും ഞാൻ കൂലിക്ക് വെച്ച ഒരുത്തനോടൊപ്പം പോയെന്ന് അറിഞ്ഞതോടെ എടാ നിന്നെക്കാളും ആണത്തം ഇല്ലാത്തവനായടാ ഞാൻ. എടാ സ്വന്തം പെണ്ണിനെ കൂടെ നിർത്താൻ കഴിയാത്തവൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടാ? എങ്കിലേ
ഞാൻ ജീവിച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാന്നുള്ള പ്രതീക്ഷയായിട്ടാ. ഓ, അതിനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മോൻ ഇവന്റെ ഉപദേശമൊന്നും കേൾക്കാതെ നീ കണ്ണനുമായിട്ടും മഹാലക്ഷ്മിയായിട്ടും നല്ല രീതിയിലൊക്കെ ജീവിച്ചു പോകുന്നതാ നല്ലത്. ഇപ്പൊ തന്നെ നിന്റെ അധികാരങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. നീ അവിടുത്തെ ഒരു സ്റ്റാഫ് മാത്രമാ, അതും മഹാലക്ഷ്മിക്കും താഴെ. ദേ, അതുകൂടി ഇല്ലാതാകുന്ന പണി നീ ചെയ്യരുത്. ഒന്നുമില്ലെങ്കിലും മാസാമാസം ആരെ ആശ്രയിക്കാതെ നിനക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ദേ, ഇവന് നേരത്തെ കിട്ടിയ ശമ്പളവും പിന്നെ ഇവനും ഇവന്റെ അച്ഛനും ഒക്കെ വഴിവിട്ട് സമ്പാദിച്ചതൊക്കെയാ ഇപ്പൊ ആകെ ഉള്ളത്. അതുകൊണ്ടാ ജീവിക്കുന്നത്. അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കമ്മേ. അങ്ങനെ ഒരു ജീവിതമൊന്നുമല്ല ഞാൻ ഇവനൊന്നും ആഗ്രഹിക്കുന്നത്. എന്നിട്ട് എന്തായടാ? എന്തെങ്കിലും ലാഭം ഉണ്ടായോ? എല്ലാം തകർന്ന് തരിപ്പണമായി പോയില്ലേ? ജീവിതം വഴിമുട്ടി പോയില്ലേ? എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ അയക്കുമെന്നാ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. അതിന് അയാള് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്, എന്റെ ഏട്ടൻ. അതുകൊണ്ടാ പറഞ്ഞത് ഇനി അതും കൂടി നഷ്ടപ്പെടുത്തരുതെന്ന്. ഇപ്പൊ തന്നെ നിന്റെ അമ്മാവന്റെ അക്കൗണ്ടിലേക്ക് അവൻ കൃത്യമായിട്ട് പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങേരുടെ ശമ്പളം. നിങ്ങളൊക്കെ കണ്ണനെ മഹാലക്ഷ്മിയൊക്കെ കൊല്ലാൻ നോക്കുമ്പോ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? കണ്ണന്റെ ആ പ്രവൃത്തിയെ മഹാലക്ഷ്മി തടയുന്നില്ലല്ലോ. ഓ, അത് ശരി. അമ്മ ഇപ്പൊ അവരുടെ സൈഡായല്ലേ? ഞാൻ ആരുടെ സൈഡൊന്നുമല്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ വലിയ വലിയ സ്വപ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. കാരണം കണ്ണന്റെ സ്വത്തിന്റെ ഭൂരിഭാഗവും മഹാലക്ഷ്മിയുടെ പേരിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടിനി നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം നമുക്ക് കിട്ടുമെന്നൊന്നും ആരും കരുതണ്ട. മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവളുടെ അമ്മ എന്ന നിലയിൽ മോഹിനിക്കാണ് അവളുടെ സ്വത്തിൽ അവകാശം. കരുണയുടെ അമ്മയുടെ പേരിൽ സ്വത്തായാലും അത് ഞങ്ങൾക്ക് കിട്ടില്ല അമ്മായി. ഏടത്തി പോയാ പിന്നെ കരുണയുടെ അമ്മയ്ക്ക് മകളായിട്ട് അവള് മാത്രമല്ലേ ഉള്ളൂ. എനിക്കൊന്നും അറിയത്തില്ല. എന്റെ കൊച്ചിന്റെ ജീവിതോ എനിക്കിനി പ്രധാനം. അതിനെ തടസ്സപ്പെടുത്തുന്ന എന്തായാലും ശരി, അതൊന്നും വേണ്ടെന്ന് ഞാൻ പറയൂ. അതുപോലെ തന്നെ അഹങ്കാരിയായ ഒരുത്തി ഒരു കാശിന് കൊള്ളാത്ത ഒരുത്തനൊപ്പം ഇറങ്ങിപ്പോയി. അവളെ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചു കൊണ്ടുവരുന്നതിനോടൊന്നും എനിക്ക് അഭിപ്രായവും ഇല്ല, യോജിപ്പുമില്ല. നീ ചാവടി കഴിഞ്ഞില്ലേ? ഇതാ നീ വാ, നമുക്ക് അച്ഛനെ ഒന്ന് കാണാം. ഇത് പിടിക്ക്. ദേ, ഇവിടെ നിന്നാലേ കുഞ്ഞിനെ നഷ്ടപ്പെട്ട നിനക്ക് ഇതിലും ഇതിനപ്പുറം കേൾക്കേണ്ടി വരും. ദേ, അമ്മയുടെ ചില നേരത്തെ സംസാരം കേട്ടാലേ ആർക്കായാലും സഹിക്കാൻ കഴിയില്ല. പക്ഷെ അമ്മയായി പോയില്ലേ, കേട്ടോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കണ്ടടാ, നീ എന്നെ തല്ലിക്കോ. അതിന് പറ്റത്തില്ലെന്നാ പറഞ്ഞത്. എടാ നീ വാ, വന്നേ, വാങ്ങോട്ട്. അറിയുന്നുണ്ട് മോനെ കാര്യങ്ങളൊക്കെ. കരുണയും അവളുടെ മുത്തശ്ശിയും കൂടെ കുഞ്ഞിനെ കളഞ്ഞല്ലേ. എന്ത് ചെയ്യാനാ? അതോടെ പഴിമൊത്തം എനിക്കായി. കഴിവ് കെട്ടണമെന്ന കരുണയുടെയും അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ വിളി കേട്ട് ഞാൻ മടുത്തു. അവര് പറയുന്നതിലും കാര്യമില്ലേ മോനെ. ഞാൻ കല്യാണത്തിന് മുമ്പ് അതുപോലെ നിന്നെ കുറിച്ച് അവരോട് പറഞ്ഞു പിടിപ്പിച്ചത്. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ നിയന്ത്രണം നിനക്കും എവനുമാണെന്നാണ് ഞാൻ പ്രതാപനോട് പറഞ്ഞത്. നീ ഉള്ളതുകൊണ്ടാ കമ്പനി നേരെ പോകുന്നെന്നും പറഞ്ഞു. കണ്ണനെ അന്ന് ഞാൻ റബ്ബർ സ്റ്റാമ്പ് ആക്കിയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷമല്ലേ ആ റബ്ബർ സ്റ്റാമ്പ് നന്നായിട്ട് വലിയുവെന്ന് പ്രതാപനും അയാളുടെ മോക്കും ഒക്കെ മനസ്സിലായത്. അതൊന്നൊന്നര വലിച്ചിലായി പോയാച്ചാ. എങ്ങനെയെങ്കിലും കരുണയ്ക്ക് അവളുടെ ചേച്ചിയെ ജയിച്ചേ പറ്റൂ. അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ആലോചിക്കുന്നത്.
അവളുടെ പുക കാണാതെ ഇനി രക്ഷയില്ല ഉണ്ണി. നിർത്തടാ. എത്ര തവണ അവരുടെ പുക കാണാൻ വേണ്ടി നടന്നു. നിങ്ങൾ മാത്രമല്ല, ഞാനും പ്രതാപനും ഒക്കെ. എന്നിട്ട് ഈ ഗതിയിലായി. അവളും അവളുടെ എഞ്ചിനീയറും വീഴാത്ത തട്ട ഞാൻ ചവിട്ടി വീണത്. ഇതൊക്കെ അത്ഭുതം അല്ലെങ്കിൽ പിന്നെ എന്താടാ? അങ്ങനെ ഒരുത്തിയെ കൊല്ലാൻ വലിയ പാടാ മോനെ. എടാ ഇങ്ങേര് പറയുന്നത് കേട്ടോണ്ടിരുന്നാലേ കാര്യമൊന്നും നടക്കില്ല. എടാ നമ്മൾ ഒരു പ്രാവശ്യം തോറ്റ പിന്നെ നമ്മൾ അടുത്ത മാർഗം തേടണം. നിങ്ങൾ തേടിക്കൊണ്ടിരുന്നോ? ഞാൻ വീൽ ചെയറിലായി. ഇങ്ങനെ ഒരേ കിടപ്പ് കിടക്കാൻ എനിക്ക് വയ്യ. അങ്ങ് പോയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇരുന്ന് ഇറങ്ങാൻ ആ പാട്. അച്ഛനെ പോലെ 10-20 കൊല്ലം ഇരുന്ന് നിരങ്ങി ഒരുവൻ മെല്ലെ ഉയർത്തെഴുന്നേട്ടോണ്ടിരിക്കുക. ഉണ്ണി ഉറപ്പാ അവന്റെ വലതുകാലം മാത്രമല്ല ഇടതുകാലം ചലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് മേഘേട്ടൻ പറയുന്നതിലും എന്തോ കാര്യമുണ്ടമ്മാവ. അല്ലെങ്കിൽ കണ്ണേട്ടൻ ആയുർവേദത്തിലും അലോപ്പതിയിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളായിരുന്നല്ലോ. ഇപ്പൊ പക്ഷേ പ്രതീക്ഷയോടെ പോകുന്നേ. എന്തെങ്കിലും പുരോഗതി ഇല്ലെങ്കിൽ അങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചോണ്ടിരുന്ന മേഘേട്ടാ? ഒരു ചോദ്യവും പറച്ചിലും ഇല്ലായിരുന്നു കണ്ണേട്ടന്റെ ഭാഗത്തുനിന്ന്. ഇഷ്ടംപോലെ പൈസ ആയിരുന്നു ഏത് സമയത്തും. അതെല്ലാം നിലച്ചു. അതിന്റെ കൂടെ ഭാര്യ വീട്ടുകാരുടെ പഴിയും പരാതിയും. എടാ എല്ലാം ശരിയാവും. നമ്മൾ ഇതെല്ലാം തിരിച്ചു പിടിക്കൂടാ. ഒരിക്കലും തിരിച്ചു പിടിക്കത്തില്ല. മഹാലക്ഷ്മി എന്ന് പറയുന്ന ഒരുത്തിയെ കണ്ണന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. മറ്റേത് പെൺകുട്ടിയായിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി അവൾ ഒരു അപൂർവ ജന്മമാണെന്ന്. അതുകൊണ്ട് നിങ്ങളൊക്കെ സംശയിക്കുന്നത് പോലെ കണ്ണൻ എഴുന്നേറ്റ് നടന്നാലും അതിൽ വലിയ അത്ഭുതമില്ല. രാവിലെ തന്നെ പോവാണോ? 8 മണിക്ക് ടെക്സ്റ്റൈൽസ് തുറക്കും. ആ സമയത്ത് അവിടെ വേണോന്നേ മാനേജർക്ക് നിർബന്ധം. അല്ല അതിന് ജോലിയിൽ ജോയിൻ ചെയ്തില്ലല്ലോ. ഇന്ന് മുതൽ ഐശ്വര്യമായിട്ട് തുടങ്ങാന്നാ എന്റെ ഫ്രണ്ട് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ടേ അവള് പറഞ്ഞു അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി തരാന്ന്. എടിപിടിന്ന് ഇതൊന്നും വേണ്ടായിരുന്നു മഞ്ജു. എന്നെ വീട്ടിനകത്ത് തളയ്ക്കാൻ താല്പര്യമില്ലെന്നല്ലേ സാഗരേട്ടൻ പറഞ്ഞത്? പിന്നെന്താ കുഴപ്പം? സാഗരേട്ടൻ മൈക്കാട് പണിക്ക് പോകുന്നെന്ന് അറിഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇന്നലെ സാഗരേട്ടൻ ഇവിടുന്ന് പോയ സമയത്താ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചത്. അപ്പോഴാ അവൾ ഇങ്ങനൊരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞത്. എന്റെ ഭാര്യ ആയതുകൊണ്ടാ മഞ്ജുവിന് സെയിൽസ് ഗേളായിട്ട് പോവേണ്ടി വരുന്നത്. അതത്ര അന്തസ് കുറഞ്ഞ ജോലിയൊന്നും അല്ല സാഗരേട്ടാ. ഒരു സെയിൽസ് ഗേളിനെ കഠിനാധ്വാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. വാക്സാമർഥ്യമാ വേണ്ടത്. അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവ്. എന്നാ സാഗരേട്ടൻ ചെയ്യുന്ന ജോലിയുണ്ടല്ലോ, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പണിയല്ല. അതുകൊണ്ടാ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ശരീരത്തിനൊക്കെ നല്ല വേദന തോന്നിയത്. എന്നിട്ടത് പുറത്ത് കാണിക്കാതിരിക്കാൻ ചില പ്രകടനങ്ങളും. അല്ല, ഞാൻ മഞ്ജുവിനെ ടെക്സ്റ്റൈൽസിന് മുന്നിൽ വരെ ഡ്രോപ്പ് ചെയ്യാം. വൈകുന്നേരമേ വിളിക്കാനും പറഞ്ഞു. തുടക്കത്തില് 5 മണിവരെ നിന്നാ മതി എന്നാ പറഞ്ഞത്. പിന്നത് 7 മണിയാവാനുള്ള സാധ്യതയുണ്ട്. വിശേഷ ദിവസങ്ങളിലൊക്കെ 9 മണിവരെ പോകുന്ന അവള് പറഞ്ഞു. ഒരു വർഷം നമുക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോവാൻ മഞ്ജു. അത് കഴിഞ്ഞ് മിച്ചം പിടിക്കുന്ന കാശിന് നമുക്ക് വളരെ ചെറിയൊരു ഹോട്ടൽ തുടങ്ങാം. അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. അപ്പോ ഏതു നേരവും കാണുകയും ചെയ്യാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. നമ്മൾ ആരെയും ദ്രോഹിക്കാത്തതുകൊണ്ട് എല്ലാം അനുകൂലമായിട്ട് വരുമായിരിക്കും സാഗരേട്ടാ. അല്ല, ഈ വേഷത്തില് എന്നെ കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ.
ഏത് വേഷത്തിലും എന്റെ ഭാര്യ സുന്ദരിയല്ലേ? ആദ്യമായിട്ടൊരു ജോലിക്ക് പോവാ, അതും സെയിൽസ് ഗേൾ ആയിട്ട്. അതുകൊണ്ട് അത്യാവശ്യം ഭംഗിയൊക്കെ വേണം. ഇവിടെ അത് ആവശ്യത്തിലധികമുണ്ട്. ഇനിയിപ്പോ മഞ്ജുവിന് ഭംഗി കുറഞ്ഞു പോയെന്നും പറഞ്ഞ് മാനേജർ നിന്നെ ജോലിക്ക് എടുക്കുന്നില്ല എങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഒരു പോക്കിങ് പോരണം. ഈ മുഖം കണ്ടിട്ട് ആർക്കും നോ പറയാൻ പറ്റില്ല മഞ്ജു. നമ്മൾ അതൊന്നും അല്ല ഭയക്കേണ്ടത്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്ന മേഘനയും അവന്റെ ആൾക്കാരുമാ. തൽക്കാലം കഞ്ചാവ് കേസിൽ എനിക്ക് ജാമ്യം കിട്ടി. അവിടെ അവന്റെ പക തീരില്ല. നമ്മളെ വേർപിരിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് നടക്കൂ അവൻ. അതൊരു നെഞ്ചെടുപ്പോടെ നോക്കിക്കണ്ടേ മതിയാവൂ. അപകടം പിന്നാലെയുണ്ടെന്നുള്ള ബോധം നമുക്ക് രണ്ടാൾക്കും എപ്പോഴും വേണം. അല്ല, നീ ഫുഡൊക്കെ എടുത്തായിരുന്നോ? ഇല്ല. ആ, എന്നാ പോയി എടുത്തു വെക്ക്. ഞാനേ റെഡിയായിട്ട് ഇപ്പൊ വരാം. ചെല്ലു. സർ, ആ വരൂ. ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ്. ഞാൻ മഞ്ജുവാ, അശ്വതി പറഞ്ഞിട്ട്. ആ മനസ്സിലായി മനസ്സിലായി. മഞ്ജു ഇരിക്കെ. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലേ ഈ ഫീൽഡില്? ഇല്ല സർ, ആദ്യമായിട്ടാ. കുഴപ്പമില്ല കുഴപ്പമില്ല. അശ്വതി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ കാണാനും അത്യാവശ്യം ഭംഗിയുള്ള കുട്ടികൾ വേണമെന്നാ മാനേജ്മെന്റിന്റെ തീരുമാനം. മഞ്ജുവിനിപ്പോ അത് അത്യാവശ്യത്തിലധികം ഉണ്ടല്ലോ. സാലറിയും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയാം. ഇന്നിപ്പോ എല്ലാം ഒന്ന് പരിചയപ്പെടും. ഓക്കെ സർ. ഒരു മാസം ആകുമ്പോഴേക്കും എല്ലാം ശരിയായിക്കോളും. മഞ്ജുവിന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അങ്ങനെ ഇപ്പോ കാര്യമായിട്ട് പണിയൊന്നുമില്ല സർ. കുട്ടികള്? ആയിട്ടില്ല, വിവാഹം ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ശരി ശരി. എന്നാ പിന്നെ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സർ. ആ കണ്ണേട്ടൻ ഇറങ്ങുന്നില്ലേ? ഈ സ്റ്റെപ്പൊക്കെ കയറി ഞാൻ എന്തിനാ മഹി വരുന്നേ? അയ്യപ്പന്മാർക്ക് ഇടാനുള്ള കറുപ്പും എടുക്കാനല്ലേ? അതിനിപ്പോ ഞാൻ വരേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ വരണ്ട, പക്ഷേ ഈ മണ്ഡലകാലം കഴിയുമ്പോ ഇതിനൊക്കെ വരാൻ പറ്റും കേട്ടോ. അങ്ങനൊരു ദിവസം വന്നാ താൻ പറയാതെ തന്നെ ഞാൻ ഇറങ്ങി വരത്തില്ലേ? അല്ല, എത്ര കറുപ്പുമുണ്ട് വാങ്ങണം? 6-7 വാങ്ങിക്കോ. ശരി കണ്ണേട്ടാ. അതെ, അയ്യപ്പന്മാര് ധരിക്കുന്ന കറുത്ത മുണ്ട് വേണമായിരുന്നു. മഞ്ജു,
എന്താ മഞ്ജു ഇവിടെ? ഞാനിവിടെ സെയിൽസ് ഗേളായിട്ട് കയറി. എന്താ മാം? ഏട്ടത്തി, ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് അശ്വതി. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. പിന്നെ ഇവളെ ഇവിടെ എനിക്കൊരു ജോലി ഒപ്പിച്ചു തന്നത്. അശ്വതി, ഇതാ എന്റെ ഏടത്തി, കണ്ണേട്ടന്റെ ഭാര്യ. ഓ, മനസ്സിലായി മനസ്സിലായി. എന്താ ഏട്ടത്തി എന്നിങ്ങനെ നോക്കുന്നേ? അല്ല, വെറുതെ വീട്ടിലിരിക്കണ്ടെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് പോന്നതാ. പിന്നെ സാഗരേട്ടന്റെ ജോലി പോയല്ലോ, അപ്പൊ ജീവിക്കാൻ വരുമാനം വേണ്ടേ ഏട്ടത്തി? അയ്യോ, ഞാനിനി ഇവിടെ ഉള്ളതുകൊണ്ട് ഒന്നും പർച്ചേസ് ചെയ്യാതെ പോരുത്. ഞാനിന്ന് ജോയിൻ ചെയ്ത ദിവസമാ. പിന്നെ എന്റെ കെയർ ഓഫിൽ എന്തെങ്കിലുമൊക്കെ വിറ്റുപോയാൽ അത്രയും നല്ലതാ. അതെ. അത് കുറച്ച് കറുത്ത മുണ്ട് വേണം. ആരാ എടുത്തി മലയ്ക്ക് പോകാൻ പോകുന്നേ? മഞ്ജുന്റെ ഏട്ടൻ തന്നെ. കണ്ണേട്ടനോ? കണ്ണേട്ടൻ എങ്ങനെ പോവാനാ?